ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞു എന്നാണ് മോദി പറഞ്ഞത്. ഉം. അത് എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 70കളിൽ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിലേക്കല്ലേ ഇപ്പോ ബിജെപിയുടെയും പോക്ക്? ഇന്ദിരാഗാന്ധിയുടെ വഴിയെ ഒരു ഏകാധിപതി പോലെയാണോ ബി ജെ പി നീങ്ങുന്നതെന്ന ഒരു ദുസൂചന ആ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ 69 പിളർന്ന് മൊറാർജി ദേശായി, നിജലിംഗപ്പ, കാമരാജ് തുടങ്ങിയ ആളുകളുമായിട്ട് കലഹിച്ച് അവരുടേതായൊരു പാർട്ടി ഉണ്ടാക്കിയാണ്. ഉം. അതിന് കുറച്ച് പുരോഗമന സ്വഭാവമുണ്ട് എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങളും കുറേ ചെറുപ്പക്കാരും തെറ്റിദ്ധരിച്ചു. ഒന്ന്, അവർ 14 ബാങ്കുകൾ ദേശസൽക്കരിച്ചു. ഉം. അപ്പോൾ അതൊരു പുരോഗമന നടപടിയായിട്ട് കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടു. പ്രിവി പേഴ്സ് നിർത്തലാക്കി. രാജാക്കന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയൻ ചേരാൻ അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെട്ട ഒരു സമിതി കൊടുത്ത വാഗ്ദാനമായിരുന്നു രാജാക്കന്മാർക്ക് ജീവനാംശം കൊടുക്കുക, ജീവിക്കാനുള്ള അലവൻസ് അവരുടെ രാജ്യം വിട്ടുകൊടുത്തതിന്. ആ പ്രിവി പേഴ്സ് എന്നായിരുന്നു അതിന് വിളിച്ചിരുന്നത്. അതും നിർത്തലാക്കി ഇന്ദിരാഗാന്ധി. ഇത് രണ്ടും വളരെ പുരോഗമനാത്മകമായ ആശയങ്ങളാണ് ബാങ്ക് നാഷണലൈസേഷൻ ഒക്കെ വഴി ഈ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയെ. പിന്നെ ഗരീബി ഘടാവൂ എന്നൊരു മുദ്രാവാക്യവും ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, ഇന്ത്യയിൽ ദരിദ്രരില്ല. ഇതൊക്കെ തന്നെയാണ് പിന്നീട് പല പാർട്ടികളിലെയും നേതാക്കൾ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തോറ്റു തുന്നാൻ പാടി. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഈ ഗരീബി ഘടാവൂ, ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള തീവ്ര കാർഷിക പദ്ധതികളൊക്കെ വരാനും അത് കാരണമായി, ഈ പട്ടിണി നിർമ്മാർജ്ജനം. സത്യത്തിൽ നമുക്ക് ധാന്യക്കമ്മി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ വളരെ ദരിദ്രമായ ഒരു രാജ്യമായിരുന്നു. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അത് ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ല. പിന്നെയാണ് കാർഷിക വിപ്ലവമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ദിരയ്ക്ക് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തു വന്നു. പക്ഷേ ഇന്ത്യൻ ഡെമോക്രസിക്ക് അവരുണ്ടാക്കിയൊരു വലിയ ഡാമേജ് ഉണ്ട്. രാഷ്ട്രീയത്തെ എൻ്റെ ജനാധിപത്യ സ്വഭാവത്തിൽ നിന്നും വ്യക്തിയധിഷ്ഠിത സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി ആരാധകരെയും അനുചരവൃന്ദത്തെയും സൃഷ്ടിക്കുന്നൊരു രീതി, സൈക്കോ ഫാൻസി ക്രിയേറ്റ് ചെയ്തു. പദസേവകരെയും സ്തുതിപാഠകരെയും സൃഷ്ടിക്കുക വഴി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കോൺഗ്രസ് പ്രസിഡൻറ്റ്, ഒരു ACC പ്രസിഡൻറ്റ് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന ഒരവസ്ഥ വന്നു. ഇന്ത്യയാണ് ഇന്ദിര. DK ബറുവ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ പോലും വിളിക്കുന്ന തരത്തിലേക്ക് ഈ വ്യക്തിപൂജ വളരുന്നതിനെ ഇന്ദിര ആസ്വദിക്കുക മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പം ആ കമ്പാരിസണാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രജിത ചോദിച്ചത്. ഈ ജനാധിപത്യ മര്യാദയോടെ ജനങ്ങളുടെ മാൻഡേറ്റ് നേടിക്കൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നൊരു പ്രസ്ഥാനമായി താമര രാഷ്ട്രീയവും സഫ്രോണൈസേഷൻ പൊളിറ്റിക്സ് വളർന്നിരിക്കുന്നു. അങ്ങനെ BJP ഇപ്പോൾ ബംഗാൾ പിടിച്ചിരിക്കുന്നു. ബംഗാൾ പിടിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും ആസാമിലെ തുടർഭരണം 3ാം തവണയിലേക്ക് വളർത്തിക്കൊണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ, അപ്പം നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ പശ്ചിമ ബംഗാൾ മമതയുടെ ദുർഭരണത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആണ് ഗംഗോത്രി മുതൽ ഗംഗാസാഗരം വരെ നീളുന്ന ഒരു ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ നീളുന്ന തരത്തിൽ BJPയുടെ സ്വാധീനം വർദ്ധിച്ചത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ 21 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അത് മേജർ സ്റ്റേറ്റാണല്ല, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ ഭരണമാണ് വന്നത്. അത് യൂണിയൻ ടെറിട്ടറികളും 21 സംസ്ഥാനങ്ങളും. ശേഷിക്കുന്നത് ബാക്കി 7 സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനും ഇതര പ്രാദേശിക കക്ഷികൾക്കും ഉള്ളത്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിലെ താരതമ്യേന റീസെൻ്റായി രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. ഏകദേശം 80-ൽ രൂപം കൊണ്ടതാണ്
80-ൽ 2 അംഗങ്ങളുമായിട്ടാണ് എബി വാജ്പേയിയും എൽ കെ അദ്വാനി പാർലമെൻറ്റിലേക്ക് ഈ BJP എന്ന പേരുമായിട്ട് വരുന്നത്. അത് ഈ തരത്തിൽ വളർന്നെന്ന് തുടർച്ചയായി കേന്ദ്രം ഭരിക്കുന്നു. അതുപോലെ 21 സംസ്ഥാനങ്ങളും ഭരിക്കുന്നു. അതാണ് BJPയുടെ വളർച്ച. അത് ലോകത്ത് ഇത്രയും ജനസ്വാധീനം, ഇത്രയും അംഗങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ വേറെയില്ല. BJP രൂപം കൊള്ളുന്നതിന് ജനസംഘം ഉണ്ടായിരുന്നല്ലോ. അത് പഴയ ജനസംഘമാണ് ഇത് ആദ്യ രൂപം. ഇതെല്ലാം കൂടെ എമർജൻസി കാലത്ത് ഈ ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ വിപ്ലവം ആണല്ലോ ഇന്ദിരാഗാന്ധി ഭയന്ന് എമർജൻസി ഏർപ്പെടുത്താൻ ഇടയായത്. എമർജൻസി ലിഫ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി ഈ ജനസംഘം, പഴയ ജനതാ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട്, പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ കോൺഗ്രസ് വേഴ്സസ് ജനതാ പാർട്ടി, അങ്ങനെയാണ് അന്ന് 77-ൽ തിരഞ്ഞെടുപ്പ് നേരിട്ടത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി തോറ്റുപോയത്. ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും തോറ്റു ആ കൂട്ടുകെട്ടിൽ, പിന്നെ ജനതാ പാർട്ടിയുടെ ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ. 77-ൽ കോൺഗ്രസ്സിനെ എന്നേക്കുമായി ഭരണത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയും കൂട്ടരെയും തൂത്തെറിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ മുന്നണി ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ ചിതറിപ്പോയി. അപ്പോൾ അതുവരെ ജനസംഘമായിരുന്നു. ആ ജനസംഘവും കൂടെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടായത്. ജനത എന്ന് പറയുന്ന പരീക്ഷണം പാളിപ്പോയപ്പോൾ പിന്നെ ആ ജനസംഘത്തിലുണ്ടായിരുന്നവർ റിവൈവ് ചെയ്തതാണ് ഭാരതീയ ജനതാ പാർട്ടി. 2018 ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ നിലംപരിശായ രീതിയിൽ തോറ്റുപോയതാണ്. അതെ അതെ അതെ. അവിടെ നിന്നാണ് ഈ ഉയർപ്പുണ്ടാകുന്നത്. അതെ അതെ. അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. എങ്ങനെയാണ് നമ്മൾ എപ്പോഴും പലപ്പോഴും വിശകലനം ചെയ്യുന്നുണ്ട് BJPയുടെ വളർച്ച എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു വ്യക്തിയധിഷ്ഠിതമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പൊളിറ്റിക്സ് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ആണെങ്കിൽ മോദി എന്നുള്ള മുദ്രാവാക്യമാണല്ലോ എല്ലായിടത്തും കേൾക്കുന്നത്. അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണെങ്കിലും അല്ല, മോദി സമം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നിലവിലില്ല. മോദി ചെറുതായി ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നോ എന്നും ഇന്ത്യയിലെ ചിലരെങ്കിലും സംശയിച്ച ഒരു ഘട്ടമായിരുന്നു 2024 പാർലമെൻറ്റ് ഇലക്ഷൻ ടൈമിൽ മോദി ആവർത്തിച്ച് പറയുന്നു ഐ ആം ഗ്യാരണ്ടി, നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഞാനാണ് ഗ്യാരണ്ടി. എന്നിട്ടും അതും തീർന്നില്ല. 400 സീറ്റിന് മുകളിൽ BJP വിജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് മോദി ഇത് കാര്യങ്ങളെ തൻ്റെ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആട്ടോക്രാറ്റിക് സമീപനം സ്വീകരിക്കുന്നു എന്ന് ഇന്ത്യയിലുള്ളവർ സംശയിച്ചു. പെട്ടെന്ന് തിരിച്ചടി കിട്ടി. എന്താണ്? വാരണാസിയിൽ മോദി ട്രെയിൽ ചെയ്യുന്ന അവസ്ഥ വന്നു. ആ വോട്ടെണ്ണിയപ്പോൾ 5 ലക്ഷത്തിൽ ഏറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വാരണാസി സീറ്റിൽ മോദി ഒരുപക്ഷെ ട്രെയിൽ ചെയ്യുന്നു എതിരാളിയുമായിട്ട്, തോറ്റുപോകുമെന്നുള്ള ഘട്ടം വരെ എത്തി. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2 ലക്ഷത്തിൽ താഴെയായി പോയില്ലേ. അപ്പോൾ അത് ഇന്ത്യൻ ജനത പൊറുക്കില്ല. ഈ ആരായാലും, ഇന്ദിരാഗാന്ധിയോ നരേന്ദ്രമോദിയോ മാത്രമല്ല, ആരായാലും ഏകാധിപത്യ പ്രവണത ഇന്ത്യൻ സമൂഹം സഹിക്കില്ല. അതിന് മോഡിക്ക് കിട്ടിയ ഒരു ചെറിയ ഡോസാണ് അന്ന് ഇപ്പോൾ പാർലമെൻറ്റിൽ നമുക്ക് 3/2 ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ മോദിക്ക് ഒരു ചെറിയ ക്ഷീണം ആവശ്യമുണ്ടായിരുന്നു എന്ന് അന്നത്തെ വോട്ടർമാർ കരുതി. വോട്ടർമാർ അദ്ദേഹത്തിന് പിന്നീട് നമ്മൾ കാണുന്നത് നാഗ്പൂരിലെ കൂടിക്കാഴ്ചയാണ്. അതെ 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 അതെ. അപ്പോഴേക്കും കാരണം ഈ എങ്ങനെ വന്നാലും ഈ BJPക്ക് അത്തരത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെ വ്യക്തിയിലേക്ക് ഇത് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അതിന് ചോദിക്കാനും പറയാനും വേറൊരു സംവിധാനമുണ്ട്, ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്, ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമുണ്ട്. ആ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്താണ്? അത് ഈ ഇന്ത്യൻ സംസ്കൃതിയാണ്, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവും പശ്ചാത്തലവുമാണ്, ഇന്ത്യൻ ദേശീയതയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണാലിറ്റിയിൽ അധിഷ്ഠിതമായ, കൾച്ചറൽ നാഷണാലിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയുടെ
അടിത്തറയിലാണ് ഭാരതീയ ജനതാ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് പോകാൻ പറ്റില്ല. അത് ഈവൻ നരേന്ദ്രമോദി ആയാൽ പോലും. ചിലർ പറഞ്ഞു കേട്ടതാണ്, നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്നിരുന്നതാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതിനെ ദേശീയതയിലേക്ക് കൊണ്ടുവരുന്നത് BJPയുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അത് അങ്ങനെ തന്നെ നിലനിന്നാൽ എന്ത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയർത്തുന്നവർ. നാട്ടുരാജ്യമായിട്ട് അതായത് ചിതറിക്കിടന്നതാണല്ലോ ഈ ദേശീയതയിലേക്ക് എല്ലാത്തിനെയും ചേർത്തുകൊണ്ട് ദേശീയവാദം ഉയർത്തുന്നത്. മറ്റ് രണ്ട് അതായത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയാലും അങ്ങനെ ഒരു ദേശീയവാദത്തിലേക്കല്ല പോകുന്നത്. പക്ഷേ ഈ ദേശീയവാദം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് BJP വരുമ്പോഴാണ്. അത് ദേശീയവാദം വന്നില്ലെങ്കിൽ വിഘടനവാദം ഉണ്ടാവും. അതിൻ്റെ ദുരനുഭവം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുതരമായി നേരിട്ടത്. പഞ്ചാബിലെ വിഘടനവാദം. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഖലിസ്ഥാൻ വാദത്തിന് പിന്നാലെ തമിഴരുടെ ഭാഷാവാദം. സൗത്ത് ഇന്ത്യയിലും നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലും ഒക്കെ വിഘടനവാദം ഓരോരോ സ്ഥലത്ത് പല പേരുകളിൽ ഉയരാൻ തുടങ്ങി. പിന്നെ മാവോയിസ്റ്റുകളുടെ വിഘടനവാദം. അങ്ങനെ ഇന്ത്യയെ പലതായി കഷ്ണമാക്കി ഇന്ത്യൻ ദേശീയതയെ തകർക്കാനായിട്ടുള്ള വിധ്വംസക ശക്തികൾ ഇവിടെ തന്നെയുണ്ട്. അവർക്ക് തലപൊക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് അമിത്ഷായെ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുടെ ശക്തി കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഭരണശക്തി കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ വിഘടനവാദമൊന്നും പോയിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഇന്ത്യയിൽ പറ്റാത്തത് കൊണ്ട് കാനഡയിൽ വിഘടനവാദവും പഞ്ചാബികൾ ഖലിസ്ഥാൻ വാദം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കിയാൽ ഒരു വലിയ സത്യം കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുമുള്ളത് സൗഹൃദ രാഷ്ട്രങ്ങളല്ല. പാകിസ്ഥാൻ ആയാലും ശ്രീലങ്ക ആയാലും മാലി ആയാലും മ്യാൻമർ ആയാലും നേപ്പാൾ ആയാലും ഇതൊന്നും നമ്മളോട് അങ്ങനെ ഉറ്റ സൗഹൃദത്തിൽ പോകുന്ന അയൽരാജ്യങ്ങളല്ല. ചുറ്റും വേണ്ടി വന്നാൽ ചൈനയ്ക്കോ മറ്റ് ശത്രു രാജ്യങ്ങൾ എന്ന് കരുതുന്നവർക്കോ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മളെ കുഴപ്പത്തിലാക്കാവുന്ന എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ദേശീയതയുടെ ബലം കൊണ്ടാണ്. ആ ദേശീയതയില്ലെങ്കിൽ ഈ വിഘടനവാദങ്ങളെല്ലാം മാവോയിസ്റ്റ് എവിടെ നിന്ന് വന്നതാണ്? ചൈനയിൽ നിന്ന് വന്നതാണ്. മാവോയുടെ നാടായ ചൈനയിൽ മാവോയെ ആരും അറിയുക പോലുമില്ല. ഇപ്പോൾ പുതിയ ജനറേഷനൊന്നും ആരെയും മാവോ എന്ന് പൂച്ചയുടെ കരച്ചിലാണെന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം കേരളത്തിലടക്കം മാവോയിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ആ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്തു എന്ന് ഒരു മാസം മുമ്പാണ് അമിത്ഷാ പ്രഖ്യാപിച്ചത്. അതുപോലുള്ള വിഘടനവാദങ്ങൾ പൊങ്ങി വരാതിരിക്കുന്നതും യുവാക്കളെ ആകർഷിച്ച് വഴിതെറ്റി അവർ രാജ്യവിരുദ്ധരാകാതിരിക്കുന്നതും ദേശീയതയുടെ മന്ത്രങ്ങൾ കൊണ്ടാണ്. ദേശീയ ഗാനം, ദേശഭക്തി, ഇതൊക്കെ അത്യാവശ്യമായി ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന് കെട്ടുറപ്പില്ലാതാവും. അതാണ്.